സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ 14 കൊല്ലവർഷം 1201 ചിങ്ങം 29 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊല്ലയിൽ പഞ്ചായത്തിന് ആർദ്ര കേരളം പുരസ്കാരം. റേഷൻ കടകളിൽ മാവേലി സ്റ്റോർ പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിഗണനയിൽ. സരസ്വതി ന്യൂറോളജി വിഭാഗത്തിൽ പുതിയ ഡോക്ടർ ചാർജ് എടുത്തു. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കുറയും. ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി GST ഇളവ്. കുടുവീട്ടിൽ കടവ് പാലം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കൊല്ലയിൽ പഞ്ചായത്തിന് ആർദ്ര കേരളം പുരസ്കാരം. ആർദ്ര കേരളം പുരസ്കാര നേട്ടവുമായി കൊല്ലയിൽ പഞ്ചായത്ത് ജില്ലാതലത്തിൽ 2ാം സ്ഥാനമാണ്. അവാർഡ് 3 ലക്ഷം രൂപയും കരസ്ഥമാക്കി. പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. റേഷൻ കടകളിൽ മാവേലി സ്റ്റോർ പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിഗണനയിൽ. റേഷൻ കടകളിലെ മാവേലി സ്റ്റോർ പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിഗണനയിൽ റേഷൻ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുറമെയാണിത്. സപ്ലൈകോയുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് വ്യാപകമായി ലഭ്യമാക്കാനും റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും സഹായിക്കും. ഓണക്കാലത്ത് സപ്ലൈകോയുടെ വിപണി ഇടപെടൽ വൻ വിജയമായതോടെയാണ് പദ്ധതി ഗൗരവമായി പരിഗണിക്കുന്നത്. പദ്ധതി നടപ്പിലായാൽ അരി, പലവ്യഞ്ജനം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയിലും സബ്സിഡി നിരക്കിലും റേഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. സരസ്വതി ന്യൂറോളജി വിഭാഗത്തിലേക്ക് പുതിയ ഡോക്ടർ ചാർജ് എടുത്തു. ഡോക്ടർ സ്വാതി കൃഷ്ണൻ AR MD DNB. OP സമയം എല്ലാ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 വരെ. ഈ വിഭാഗത്തിലെ മറ്റു ഡോക്ടർമാർ: ഡോക്ടർ അജിത് M. OP സമയം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30 മുതൽ 12:30 വരെ. ഡോക്ടർ ശിവദാസ് എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 5:30 വരെ. ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീജിത്ത് എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മുതൽ 12:30 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7593989860 7593989860. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കുറയും. ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി GST ഇളവ്. സെപ്റ്റംബർ 22 മുതൽ ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ചരക്ക് സേവന നികുതി GST പൂർണ്ണമായും ഒഴിവാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഉപഭോക്താക്കൾക്ക് ആവേശം പകരും. നിലവിൽ ഇൻഷുറൻസ് പ്രീമിയത്തിന് 18% GST ആണ് ഈടാക്കുന്നത്. ഇതോടെ ഇൻഷുറൻസ് കമ്പനി നിശ്ചയിക്കുന്ന അടിസ്ഥാന പ്രീമിയം മാത്രം ഉപഭോക്താക്കൾക്ക് അടച്ചാൽ മതി. ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് മിതമായ ചെലവിൽ ഇൻഷുറൻസ് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇതോടെ അവസരമൊരുങ്ങും. കുടുവീട്ടിൽ കടവ് പാലം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പാറശാല, കാട്ടാക്കട നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് നെയ്യാറിന് കുറുകെ നിർമ്മിക്കുന്ന കുടുവീട്ടിൽ കടവ് പാലത്തിന്റെയും മണക്കാല, ആലച്ചക്കോണം, ആനക്കുഴി, പ്ലാമ്പഴഞ്ഞി റോഡിന്റെയും നിർമ്മാണം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. CK ഹരീന്ദ്രൻ MLA-യുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ IB സതീഷ് MLA, G സ്റ്റീഫൻ MLA, അജിത് രാമചന്ദ്രൻ, രാജ്മോഹൻ തമ്പി എന്നിവർ പങ്കെടുത്തു. ഒറ്റശേഖരമംഗലം, പൂവച്ചൽ പഞ്ചായത്തുകളെ പാലം യോജിപ്പിക്കും. പൊതുമരാമത്ത് വകുപ്പാണ് 5 കോടി രൂപ ചെലവഴിച്ച് മണക്കാല, പ്ലാമ്പഴഞ്ഞി റോഡ് നിർമ്മിക്കുന്നത്. കൗതുക വാർത്തകൾ. ക്യാൻസർ ഭേദമാകാൻ ജലധരയുടെ നാനോ വിദ്യ. ക്യാൻസറിന് കാരണമാകുന്ന കോശങ്ങളെ സൂക്ഷ്മതയോടെ കണ്ടെത്തി നശിപ്പിക്കാൻ നാനോ ഉപകരണം വികസിപ്പിച്ച് മലയാളി വനിത. US-ൽ ഹ്യൂസ്റ്റണിലെ ബെയ്ലർ കോളേജ് ഓഫ് മെഡിസിനിലെ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ് ഡോക്ടർ ജലധര ശോഭനനാണ് ഈ നേട്ടത്തിനുടമ. പേറ്റന്റിനായി കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം കേശവദാസപുരം കൊല്ലവിള സ്വദേശിനിയായ 32-കാരി ജലധര. കായികം. വനിതാ ലോകകപ്പിൽ വനിതാ ഒഫീഷ്യൽസ്. 30-ന് ആരംഭിക്കുന്ന വനിതാ ഏകദിന ലോകകപ്പ് നിയന്ത്രിക്കാൻ വനിതാ ഒഫീഷ്യൽസ് മാത്രം. 4 മാച്ച് റഫറിമാരും 14 അമ്പയർമാരും ഉൾപ്പെടുന്ന വനിതകളുടെ പട്ടിക ICC പ്രസിദ്ധീകരിച്ചു. വനിതാ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും ഇവരാകും നിയന്ത്രിക്കുക. വനിതകൾ മാത്രമുള്ള പാനൽ ഒരു നാഴികക്കല്ല് എന്നതിനപ്പുറം ക്രിക്കറ്റിൽ വളർന്നു വരുന്ന ലിംഗസമത്വത്തിന് ICC-യുടെ ശക്തമായ പ്രതിബദ്ധത കൂടിയാണെന്ന് ചെയർമാൻ ജയ് ഷാ പറഞ്ഞു. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്കുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളും അത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്നതാണ്. നമ്മുടെ നാട്ടിൽ ഹൃദ്രോഗം, പ്രമേഹം, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം തുടങ്ങിയവ വളരെയധികം വർദ്ധിച്ചു വരികയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ധാരാളം രോഗികൾ രക്തക്കുഴലിൽ രക്തം കട്ടപിടിച്ച് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ ഉള്ള മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നവരാണ്. അതിൽ ആന്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട ആസ്പിരിൻ തുടങ്ങിയ മരുന്നുകളും ആന്റി കൊയാഗുലന്റ് വിഭാഗത്തിൽപ്പെട്ട ഹെപ്പാരിൻ, ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ, റിവറോക്സബാൻ തുടങ്ങിയ മരുന്നുകളും നിത്യേന ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രാധാന്യം, ഈ മരുന്ന് കഴിക്കുന്ന രോഗി ചില ഇനം മരുന്നുകളിൽ കൃത്യമായി രക്തം കട്ട പിടിക്കുന്നതിൻ്റെ തോത് അളക്കുന്ന PT, INR തുടങ്ങിയ ടെസ്റ്റുകൾ വളരെ റെഗുലറായി ചെയ്യേണ്ടതും അതനുസരിച്ച് മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യേണ്ടതുമാണ്. എന്നാൽ ചില ഇനം മരുന്നുകൾക്ക് ഈ ടെസ്റ്റ് ആവശ്യമില്ല. അവിടെയാണ് പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നത്. 2 തരത്തിലാണ് രോഗികൾ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നത്. ഒന്ന്, അസിട്രോ, വാർഫാരിൻ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നവർ 3 ആഴ്ചയ്ക്കൊരിക്കൽ PT, INR എന്ന ടെസ്റ്റ് ചെയ്യുകയും അതനുസരിച്ച് അതിൻ്റെ ഡോസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യേണ്ടതാണ്.
പലപ്പോഴും ആദ്യമൊക്കെ കൃത്യമായി ചെയ്യുമെങ്കിലും പിന്നെ ഇത് മുടങ്ങുകയും ചിലപ്പോൾ രോഗിക്ക് അമിത രക്തസ്രാവം ആയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും പതിവാണ്. ഈ ടെസ്റ്റ് ചെയ്യേണ്ടാത്ത ചില മരുന്നുകളുണ്ട്, ഈ റിവറോക്സബാൻ തുടങ്ങിയവ. അപ്പോൾ അത്തരം മരുന്നുകൾ കഴിക്കുന്നവർ ആശ്വസിക്കുന്നത് ഈ ടെസ്റ്റ് ചെയ്യാതെ തന്നെ എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്നാണ്. എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ സാധാരണ പ്രമേഹത്തിനുള്ള മരുന്ന് പോലെ, ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രഷറിനുള്ള മരുന്ന് പോലെ ഈ പറഞ്ഞ ഗുളികയും അവർ കഴിച്ചുകൊണ്ടിരിക്കുകയും ഇതിനെക്കുറിച്ച് താരതമ്യേന മറക്കുകയും ചെയ്യും. നിത്യേന മരുന്ന് കഴിക്കുന്നു. ആ വ്യക്തിക്ക് ചിലപ്പോൾ എന്തെങ്കിലും മുറിവ് പറ്റുക, ഓപ്പറേഷൻ ചെയ്യുക തുടങ്ങിയവ വരുമ്പോൾ ഈ മരുന്നിൻ്റെ കാര്യം വിട്ടുപോവുകയും അമിതമായ രക്തസ്രാവം വരുമ്പോൾ രോഗി അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യും. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത്തരം മരുന്നുകൾക്ക് മറുമരുന്നില്ല, ബ്ലീഡിംഗ് തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, പ്രമേഹം, ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഇത്തരം മരുന്നുകളുടെ ഉപയോഗവും വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ രോഗികളും ബന്ധുക്കളും ഈ മരുന്ന് രോഗി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. എന്താവശ്യത്തിന്, ഒരു പല്ലെടുക്കുന്നതിനായാലും ഒരു ചെറിയ ഓപ്പറേഷൻ ആയാലും ഒരു ആക്സിഡന്റ് പറ്റിയാലും ഒന്ന് വീണ് മുറിഞ്ഞാലും ഒക്കെ ഈ വിവരം ഡോക്ടറെ ധരിപ്പിക്കുകയും അതിൻ്റെ മുൻകരുതലുകൾ എടുക്കുകയും വേണം. അല്ലെങ്കിൽ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യം വലിയ പ്രശ്നത്തിലോട്ടും അമിത രക്തസ്രാവത്തിലോട്ടും ജീവൻ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയിലോട്ടും എത്താൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ഒരു വലിയ രോഗം തടയുവാൻ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരുന്നുകൾ തന്നെ നമുക്ക് ഭീഷണിയാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് വളരെ കൃത്യമായി ബോധവൽക്കരിക്കേണ്ട ഒരു വിഷയമാണ്. രോഗി ഡോക്ടറോടും ചികിത്സിക്കുന്നവരോടും ഈ വിവരം കൃത്യമായി അതിൻ്റെ ഡീറ്റെയിൽസ് സഹിതം അറിയിക്കേണ്ട. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കേൾക്കുന്നത് വരെ നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന ഒ പി വിവരം: സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ 9 മുതൽ 12 വരെ, ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 4 മുതൽ 6 വരെ. ഫാമിലി മെഡിസിൻ ഡോക്ടർ ശിവകുമാർ രാവിലെ 9 മുതൽ 1 വരെ. ന്യൂറോളജി ഡോക്ടർ സ്വാതി കൃഷ്ണൻ വൈകിട്ട് 6 മുതൽ 8 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ്സിനും വിളിക്കൂ 0471221898 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: നമ്മൾ വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന മരുന്നാണ് ചെറിയ ഡോസിലുള്ള ആസ്പിരിൻ. അത് എങ്ങനെയാണ് രക്തത്തിൽ പ്രവർത്തിക്കുന്നത്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം